തിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടി ലോകത്തോട് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അങ്ങനെയുണ്ടോ? ലോകത്തോടൊന്നും സന്ദേശം നൽകുന്നില്ല, അമേരിക്കയ്ക്കുള്ള സന്ദേശമാണ്. അമേരിക്കയുടെ ഈ ധാർഷ്ട്യം മറ്റാരും വകവെച്ച് കൊടുക്കുകയില്ല. ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾ കുറച്ച് പേരാരെങ്കിലും വകവെച്ചാലായി. അവർ അമേരിക്കയുടെ അടിമകളായിട്ട് കഴിയുന്ന ആൾക്കാരാണ് എത്രയോ വർഷങ്ങളായിട്ട്. അവരൊഴിച്ച് വേറെ ആരെയും വരട്ടാൻ നോക്കണ്ട, ആ ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. അതാണ് ട്രംപ് ഒരു പരിഭ്രമം കാണിച്ചത്. ഇന്ത്യ താരിഫ് 0 എന്ന് പറഞ്ഞു. ആ പക്ഷേ വളരെ താമസിച്ചു പോയി. വർഷങ്ങളായിട്ട് അവർ ഞങ്ങളെ കൊള്ളയടിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ. ഇത് നേരത്തെയും ട്രംപ് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് പുതിയതാണെന്ന് ആൾക്കാർക്ക് തോന്നുന്നു. ഇത് നേരത്തെയും പറഞ്ഞതാണ്. അന്ന് ഇന്ത്യ പറഞ്ഞു, ഞങ്ങളിങ്ങനെ 0 താരിഫ് ഒന്നും ഓഫർ ചെയ്തിട്ടില്ല. 0 താരിഫ് ഓഫർ ചെയ്യാനും സാധ്യമല്ല. അവരുടെ അമേരിക്കയിലെ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഒരു താരിഫുമില്ലാതെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാനൊന്നും നമ്മൾ സമ്മതിക്കില്ല. താരിഫ് കുറച്ചു എന്നുള്ളത് സത്യമാണ്, അല്ലാതെ 0 താരിഫൊന്നും നമ്മളൊരിക്കലും ഓഫർ ചെയ്തിട്ടില്ല. ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ട്രംപിൻ്റെ സ്വഭാവം, പഴയ കാര്യങ്ങൾ പുതിയത് എന്നുള്ള മട്ടിൽ അവതരിപ്പിക്കുന്ന സ്വഭാവം, ഇത് കാണിക്കുന്നത് അദ്ദേഹം ഒരല്പം പരിഭ്രമിച്ചിട്ടുണ്ട്. ഈ SCO മീറ്റിങ്ങും അതിൻ്റെ ജോയിൻറ്റ് ഡിക്ലറേഷൻ, ആ ജോയിൻറ്റ് ഡിക്ലറേഷനിൽ പെഹൽഗാമിൻ്റെ പരാമർശമൊക്കെ വന്നില്ല. അപ്പോൾ അതെല്ലാം ട്രംപാണ് ഇതൊക്കെ തീർത്തതെന്നാണ് പുള്ളിയുടെ അവകാശവാദം. അപ്പോൾ അത് തീർത്തിട്ടില്ല. ഭീകരവാദം ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനോടൊരു ഇരട്ടത്താപ്പ് പാടില്ല. ഇത് അമേരിക്കയ്ക്കുള്ളൊരു മെസ്സേജാണ്, ഇരട്ടത്താപ്പ് എന്നുള്ളത്. അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനെ അവർ സഹായിക്കുന്നു. പാകിസ്ഥാനിൽ നിന്നാണ് അവരുടെ ട്വിൻ ടവർ തകർത്ത് നമ്മുടെ ബിൻ ലാദനെ പിടികൂടിയത് പാകിസ്ഥാനിൽ വെച്ചിട്ടാണ്. എന്നിട്ടും പാകിസ്ഥാൻ കൊള്ളാവുന്ന ഒരു രാജ്യമാണെന്ന് പറഞ്ഞിട്ട് അമേരിക്ക പരിപാലിക്കുകയാണ് അവർ. അപ്പോൾ അമേരിക്കയുടെ ഈ ടെററിസം വിരുദ്ധ ഡയലോഗിന് അർത്ഥമില്ല. ഒരു വശത്ത് ഹമാസ് ടെററിസ്റ്റാണെന്ന് പറഞ്ഞിട്ട് അവരെ വെടിവെച്ച് കൊല്ലുന്നു, ഇപ്പുറത്ത് ISISനും അൽ-ഖയ്ദയ്ക്കും ഒക്കെ ചൂട്ടുപിടിക്കുന്നു. അപ്പോൾ ഇരട്ടത്താപ്പ് എന്ന് മോദി ഉദ്ദേശിച്ചതും ജോയിൻറ്റ് ഡിക്ലറേഷനിലും വന്നതും വളരെ പ്രധാനപ്പെട്ടൊരു വാക്ക് ഇരട്ടത്താപ്പാണ്. അത് അമേരിക്കയെ ഉദ്ദേശിച്ചാണ്. അമേരിക്ക അല്ലാതെ മറ്റ് രാജ്യങ്ങളൊന്നും കാര്യമായിട്ട് ഈ ഇരട്ടത്താപ്പിട്ട് കളിക്കാറില്ല. ഇറാൻ ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ്. ഹിസ്ബുള്ളയെ, ഹമാസിനെ, ഹൂത്തിയെയൊക്കെ പിന്തുണയ്ക്കുന്നവരാണ്. അത് തെറ്റാണെന്ന് മറ്റ് രാജ്യങ്ങൾക്കറിയാം. പക്ഷേ ഇറാൻ ഇത് പറയാറൊന്നുമില്ല. അവർ തീവ്രവാദികളൊന്നുമല്ല, അങ്ങനെയല്ല, ഞങ്ങളുടെ ഉദ്ദേശം ഇസ്രായേലിനെ തകർക്കുകയാണ്. അപ്പോൾ അതിലൊരു ആശ്വാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇറാൻ ഓപ്പണാണ് അക്കാര്യത്തിൽ. ഞാൻ ഇസ്രായേലിനെ തകർക്കാൻ ആഗ്രഹിക്കുന്നു, ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നു. ശരി, റൈറ്റ്, നമുക്ക് കാര്യം മനസ്സിലായി, ആരെവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലായി. ഈ അമേരിക്കയുടെ അങ്ങനെയല്ല. അവർ തരം പോലെ ഇങ്ങനെ മാറി മാറി, അവരുടെ ആളാണെങ്കിൽ അവൻ കൊള്ളാവുന്നവൻ, അവരുടേതല്ലെങ്കിൽ കൊള്ളില്ലാത്തവൻ, അവനെ വെടിവെച്ച് കൊല്ലുക, ഇതൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ ഉള്ള ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക. അത് ഞാൻ നോക്കിയിട്ട് ലോകരാജ്യങ്ങൾക്കുള്ള സിഗ്നലല്ല, അത് എക്സ്ക്ലൂസീവ്ലി അമേരിക്കയ്ക്കുള്ള സിഗ്നലാണ് ജോയിൻറ്റ് ഡിക്ലറേഷൻ. അപ്പോൾ ഈ പുട്ടിനോട് സംസാരത്തിൽ മധ്യേ പറയുന്നു, അതായത് ബ്രിക്സിലെ രാജ്യങ്ങളെല്ലാം തന്നെ സൈനികപരമായിട്ട് സാമ്പത്തികപരമായിട്ടൊക്കെ ഉന്നതിയിലേക്ക് പോകുമ്പോൾ അമേരിക്കയാണ് തടസ്സപ്പെടുന്നത്. അപ്പോൾ ലോകത്ത് ഏകശക്തിയായിട്ട് നിൽക്കുന്ന അമേരിക്ക എന്നുള്ള രീതിയിൽ ഞങ്ങൾ യോജിക്കുന്നില്ല. പകരം എല്ലാ രാജ്യങ്ങളും തുല്യ ശക്തി, തുല്യ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് കാഴ്ചപ്പാട്. ഇത് നേരിട്ട് ട്രംപിനോട് പറയുന്നതിന് തുല്യമല്ലേ? അതെ, തീർച്ചയായിട്ടും. അതെ, ഈ അമേരിക്ക നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും ലോകത്തിലെ വലിയൊരു ശക്തിയാണ്, 1-ാം നമ്പർ ശക്തിയാണ്. അവരെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് ചൈന വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ 1-ാം സ്ഥാനമൊന്നും അമേരിക്കയുടെ പോയിട്ടില്ല. അത് ഫാക്റ്റാണ്. അതൊരു യാഥാർത്ഥ്യം എന്ന നിലയ്ക്ക് അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ അമേരിക്കയുടെ അപ്രമാദിത്വം അംഗീകരിക്കാൻ പറ്റില്ല. 1-ാം സ്ഥാനം ശരി, സിനുജിയാണ് 1-ാം സ്ഥാനം എന്ന് വെച്ച് ഞാൻ സിനുജിയുടെ കീഴിലാണ് എന്നൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഓക്കെ, 1-ാം നമ്പറാണ്.
ഇപ്പോൾ ഓട്ട മത്സരത്തിൽ നമ്മൾ രണ്ടുപേരും കൂടെ ഓടി സിനുജി ഒന്നാമത് വന്നു, ഞാൻ രണ്ടാമതാണ് വന്നത് എന്ന് വിചാരിച്ച് സിനുജിക്ക് എൻ്റെ പുറത്ത് അധികാരമൊന്നുമില്ലല്ലോ. ഒന്നാം സമ്മാനമുണ്ട്, അതിൻ്റെ കപ്പും മേടിച്ചോ, അല്ലാതെ എന്നെ ഭരിക്കാൻ പറ്റരുത്. അപ്പോൾ അമേരിക്ക ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്, ഞാൻ സാമ്പത്തിക ശക്തിയാണ്, ഓക്കെ, അത്രയും ആൾക്കാർ സമ്മതിക്കും. ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞാൽ എല്ലാവരും കേട്ടോളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതിന് ഒരു രാജ്യവും വഴങ്ങുന്നില്ല, ഞാനീ പറഞ്ഞ ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഒഴിച്ച്. അപ്പോൾ ആ സിഗ്നലാണ് ഈ കൊടുത്തിരിക്കുന്നത് ട്രംപിന്. അത് ഇപ്പോൾ അമേരിക്ക അവരുടെ അപ്രമാദിത്വം സ്ഥാപിച്ചെടുക്കുന്നത് ഡോളർ വഴിക്കാണ് സാമ്പത്തിക രംഗത്ത്. സൈനിക രംഗത്ത് അവരുടെ ആയുധം വഴിക്കും. ആയുധം ബാക്കിയുള്ളവരുടെ കയ്യിൽ ഉണ്ട്. ഈ പണ്ട് നമ്മളുടെ ക്യൂബ ക്രൈസിസ് ഉണ്ടായല്ലോ, ക്യൂബയിൽ സോവിയറ്റ് യൂണിയൻ, അന്ന് റഷ്യയല്ല സോവിയറ്റ് യൂണിയനാണ്, 1962 ക്യൂബയിൽ കൊണ്ടുപോയിട്ട് ന്യൂക്ലിയർ മിസൈൽ വെച്ചു. ക്യൂബയിൽ നിന്ന് 90 മൈൽ കടലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അമേരിക്കയുടെ ലോകപ്രശസ്തമായ മിയാമി ബീച്ച്. ഫ്ലോറിഡ എന്ന് പറഞ്ഞാൽ കടലിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന ആ ഒരു പോർഷൻ അമേരിക്കയുടെ 90 മൈൽ വ്യത്യാസമേ ഉള്ളൂ. ഫ്ലോറിഡയിലെ ജനങ്ങൾ ബഹളം വെച്ചു. 90 മൈൽ അകലെ റഷ്യയുടെ സോവിയറ്റ് യൂണിയൻ്റെ ന്യൂക്ലിയർ മിസൈൽ ഇരിക്കുന്നു, ഞങ്ങൾക്ക് കിടന്ന ഉറക്കം വരുന്നില്ല. കെന്നഡി ആയിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡൻറ്റ്. കെന്നഡി റെക്കഗ്നൈസൻസ് ഫ്ലൈറ്റ് അയച്ചു പരിശോധിക്കാനായിട്ട്. ആകാശത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ശരിയാണ്, വാഴ നട്ട പോലെയാണ് ന്യൂക്ലിയർ മിസൈൽ അന്ന് സോവിയറ്റ് യൂണിയൻ വിന്യസിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടോ അമേരിക്ക അത് ശ്രദ്ധിക്കാതെ പോയി. അപ്പോൾ അത് സോവിയറ്റ് യൂണിയനോട് പറഞ്ഞു, അതെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. അന്ന് ഫിഡൽ കാസ്ട്രോ ഒക്കെ ഉള്ള കാലമാണ്. ഫിഡൽ കാസ്ട്രോയുടെ മിസ്ചീഫും ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ മൊത്തത്തിൽ അന്ന് സോവിയറ്റ് യൂണിയനിൽ ക്രൂഷ്ചേവാണ്. അപ്പോൾ അമേരിക്ക പറഞ്ഞു, ഞങ്ങൾ ക്യൂബയെ ആക്രമിക്കും, കംവാട്ട്മേ ഒരു ആണവ യുദ്ധം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിലും മൊത്തം ഇവരുടെ വിമാനങ്ങൾ ഇപ്പം മേഘം പോലെ സൂര്യനെ മറച്ചുകൊണ്ടാണ് അമേരിക്കൻ വിമാനങ്ങൾ വിന്യസിച്ചത്. ക്രൂഷ്ചേവും കെന്നഡിയും തമ്മിൽ സംസാരിച്ചു. ഒടുവിൽ ക്രൂഷ്ചേവ് പറഞ്ഞു, ഞങ്ങൾ ഈ ന്യൂക്ലിയർ മിസൈൽ മാറ്റാം, ക്യൂബയിൽ നിന്ന് മാറ്റാം. അപ്പോൾ അമേരിക്ക സോവിയറ്റ് യൂണിയനെ തിരിച്ച് ആക്രമിക്കാനായിട്ട് അന്ന് തുർക്കിയിലോ മറ്റോ ഒരു സന്നാഹം അമേരിക്കയിൽ നടത്തിയിരുന്നു. അപ്പോൾ തുർക്കിയിൽ നിന്ന് നിങ്ങൾ പിന്മാറണം, ഇവിടുന്ന് ഞങ്ങൾ പിന്മാറാം എന്ന് പറഞ്ഞിട്ട് ഒരു ഒത്തുതീർപ്പിൽ അത് അവസാനിപ്പിച്ചു. അന്ന് ക്രൂഷ്ചേവ് വിശ്വപ്രസിദ്ധമായ ഒരു കാര്യം പറഞ്ഞു. ക്രൂഷ്ചേവ് പറഞ്ഞു, ഞങ്ങൾക്ക് ലോകത്തെ ഒരു തവണയെ നശിപ്പിക്കാൻ പറ്റുള്ളൂ, പക്ഷേ അമേരിക്കയ്ക്ക് 7 തവണ നശിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പിന്മാറുകയാണ്. ഇപ്പോൾ ഒരു തവണ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ, 7 തവണ നശിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ക്രൂഷ്ചേവ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിൽ ആയുധം കൂടുതലുണ്ട്, പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല. ഒറ്റത്തവണ നശിപ്പിക്കാനുള്ള ആയുധം മതി, ബാക്കി ആയുധങ്ങൾ വെറുതെ നിങ്ങൾ കൂട്ടി വെച്ചിരിക്കുക, അതുകൊണ്ടൊരു പ്രയോജനമില്ല, ലോകം നശിച്ചു കഴിഞ്ഞു. അപ്പോൾ ആയുധശക്തി എന്നുള്ള നിലയ്ക്ക് അമേരിക്കയുടെ ശക്തി ഇതാണ്. ചൈന വിചാരിച്ചാൽ, ഭാരതം വിചാരിച്ചാൽ, റഷ്യ വിചാരിച്ചാൽ, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾക്ക് സബ്സ്റ്റാൻഷ്യലായിട്ട് ഒരുപക്ഷെ 100% തന്നെ ലോകത്തെ നശിപ്പിക്കാൻ പറ്റും. ആണവശക്തികളാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെയല്ല, നിങ്ങളിൽ 250 ആണവായുധങ്ങളേ ഉള്ളൂ, ഞങ്ങളുടെ കയ്യിൽ 5300 ഉണ്ട്. 5300 ആവശ്യമില്ല കേട്ടോ, 250 കൊണ്ട് തന്നെ ഇത് തീരും, 240 കൊണ്ട് തന്നെ തീരും. 10 തന്നെ എക്സ്ട്രാ ആണ് ഞങ്ങളിൽ. പിന്നെ നിങ്ങൾ ഈ 5000 ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആയുധശക്തിയുടെ കാര്യത്തിൽ അമേരിക്ക ഏറ്റവും വലിയ ആയുധശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ശരിയാണെങ്കിലും പ്രയോജനത്തിൻ്റെ കാര്യത്തിൽ അതിന് യൂസ്ലെസ്സാണ് ആ ആയുധങ്ങൾ. ഇത് സാമ്പത്തിക ശക്തിയായിട്ട് അമേരിക്ക നിലനിൽക്കുന്നത് ഡോളർ കോമൺ കറൻസി ആയിട്ട് എല്ലാവരും അംഗീകരിച്ചുകൊണ്ടാണ്. ഈ ഡോളറിൻ്റെ അംഗീകാരം എടുത്ത് കളയുന്നു എന്ന് വയ്ക്കുക, അമേരിക്കയ്ക്ക് പിന്നെ അവരുടെ അപ്പർ ഹാൻഡ് നഷ്ടപ്പെടും. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് മുൻപിൻ നോക്കാതെ ഡോളർ പ്രിൻ്റ് ചെയ്യാം, ഒരു പ്രയാസമില്ല. അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ പ്രിൻറ്റിങ് പ്രസ്സിൽ ഡോളർ അടിക്കുക, ഡോളർ അടിച്ച് പ്രസ്. കാരണം അവരുടെ ഡോളറിന്
ഇപ്പോൾ എത്ര 85 രൂപ. 85 രൂപ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. $1 തരാമെന്ന് പറഞ്ഞാൽ സിനിജി റെഡിയാണ് 85 രൂപ കൊടുക്കാൻ. ഇത് റെഡിയല്ല, ഇത് വെറുതെ കടലാസല്ല, ഇതെന്ത് എന്താ സാധനം, അല്ല ഇത് $. അതുകൊണ്ട് എനിക്ക് വേണ്ട ഈ സാധനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ഡോളറിൻ്റെ കഥ. അപ്പോൾ മറ്റ് രാജ്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്, നമ്മളും റഷ്യയും തമ്മിലുള്ള കച്ചവടം മുഴുവൻ റൂബിൾ കച്ചവടമാണ്, ഡോളർ ഇൻവോൾവ് അല്ല. എനിക്ക് തോന്നുന്നു ഗൾഫ് കൺട്രീസിൽ 1-2 പേരുമായിട്ട് നമ്മളിതുപോലെ ചെയ്യുന്നുണ്ട്. അവരുടെ ദിർഹം വാങ്ങിച്ചിട്ട് നമ്മളുടെ രൂപ കൊടുക്കും, നമ്മളുടെ രൂപ അവരെ അംഗീകരിക്കുന്നു, അവരുടെ ദിർഹം നമ്മൾ അംഗീകരിക്കുന്നു, കഴിഞ്ഞില്ലേ. ഡോളർ വേണ്ടെന്ന്. ഞാൻ തരുന്ന ഒരു നാണയം, ഞാൻ പ്രിൻ്റ് ചെയ്ത നാണയമാണ്, സിനിജി അത് അംഗീകരിക്കുന്നു, അതിന് 10 രൂപ വിലയുണ്ടെന്ന് സിനിജി അംഗീകരിച്ചാൽ കഴിഞ്ഞു. സിനിജി ഹാപ്പിയാണ്, എൻ്റെ നിന്ന് 10 രൂപ മേടിച്ചു, 5 രൂപ തിരിച്ചു തന്നു, ഞാനും ഹാപ്പിയാണ്, സിനിജിയും ഹാപ്പിയാണ്. അത് ട്രംപ് അംഗീകരിക്കുമോ ഇനി ഇങ്ങനെയുള്ള നീക്കത്തെ? ട്രംപിന് നിർബന്ധപൂർവ്വം ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങനെ അവരുടെ കറൻസിയിൽ മിനിമം ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്. ബട്ട് ലോകമൊട്ടാകെ ഇപ്പോഴും അംഗീകരിക്കപ്പെട്ട ബേസിക് കറൻസി ഡോളർ തന്നെയാണ്. ആ ഡോളറിന് പകരം ബ്രിക്സിൻ്റെ ഒരു കറൻസി വരും എന്നുള്ള പേടിയാണ് ട്രംപിനുള്ളത്. ബ്രിക്സിൽ ഈ ഐഡിയ റഷ്യയ്ക്കുമുണ്ട്, ചൈനയ്ക്കുമുണ്ട്. ആ ഐഡിയയുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ഇന്ത്യയും ബ്രസീലുമാണ്. ഒരു വട്ടം ഉടക്കിനും പോകണ്ട, അത്രയൊന്നും പോകണ്ട, നമുക്കൊരു ബാലൻസ് ഇല്ല. അതാണ് മൾട്ടി പോളാർ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും നേതാക്കന്മാരാണ്, അമേരിക്കയും അവരുടെ സാമന്ത രാജ്യങ്ങളാർ ജർമ്മനി അവരിവരൊക്കെ ആയിക്കോട്ടെ, അത്രയും മതി. അതല്ലാതെ നമ്മളുടെ ആധിപത്യം, അവർ കാണിക്കുന്ന അതേ ആധിപത്യ സ്വഭാവം നമ്മൾ കാണിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഡോളറൈസേഷൻ എന്ന് പറയുന്ന ഐഡിയ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ഇന്ത്യയുടെയും ബ്രസീലിൻ്റെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സ് കറൻസി വേണ്ടാന്ന് വെച്ചത്. ഇന്ത്യയും ബ്രസീലും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അപ്പോൾ ബ്രിക്സിൽ 4 പേരുമായി. ഇത് 6ഉം Iയും അല്ല 6ഉം Cയും ഇതിന് തയ്യാറായിട്ട് നിൽക്കുക. Iയും Bയുമാണ് അത് വേണ്ട ചേട്ടാ പിന്നെ ആവട്ടെ വഴക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. Iയും Bയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ബ്രിക്സ് കറൻസി ആവും. ബ്രിക്സ് കറൻസി ആയി കഴിഞ്ഞാൽ അമേരിക്കയുടെ ഉള്ള ഉറക്കം കൂടെ നഷ്ടപ്പെടും. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ഇന്ത്യക്കെതിരെ വലിയ ഉപരോധങ്ങളാണ് വീണ്ടും ട്രംപ് പറയുന്നത്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും ഇതുപോലെ താരിഫ് വർദ്ധിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പുട്ടിനുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നു. പുട്ടിൻ്റെ അടുത്ത് ഈ പറയുന്ന ട്രംപ് എന്നിട്ടൊന്നും നടന്നില്ല ഉക്രൈൻ യുദ്ധത്തിൽ. ഇപ്പുറത്തേക്ക് ഷീയെ ഒന്ന് കാണണമെന്ന് പറയുന്നു. പക്ഷേ ഷീ കാണാൻ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നല്ലാതെ അപ്പോഴും മോദിയുമായിട്ട് കൂടിക്കാഴ്ച നടന്നു. അപ്പോൾ ഇവരും 3 പേരും കൂടെ നിരന്ന് നെഞ്ചും ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ലോകം ശ്രദ്ധിക്കില്ലേ, അമേരിക്കയ്ക്ക് വലിയ വിലയില്ല എന്ന് അവരുടെ ഒരു ഇമേജിനുള്ള ഡാമേജ് അല്ലേ അത്? അല്ല, അമേരിക്കയ്ക്ക് വലിയ വിലയൊന്നും ഇല്ല എന്ന് ഇവർക്കറിയാം, UK-ക്കറിയാം, കാനഡയ്ക്കറിയാം, ഫ്രാൻസിനറിയാം. കുറച്ചെങ്കിലും ഇറ്റലിയും ജർമ്മനിയും ഒക്കെയാണ് കുറച്ചെങ്കിലും ഒരു അമേരിക്കൻ ഇതിൽ നിൽക്കുന്നത്. അവരിപ്പോൾ അമേരിക്കയെ വെല്ലുവിളിക്കുന്നത് പാലസ്തീനെ അംഗീകരിക്കുന്നതിലൂടെയാണ്. പാലസ്തീനെ ഞങ്ങൾ അംഗീകരിക്കുമെന്ന് ഫ്രാൻസ് പറഞ്ഞു, കാനഡ പറഞ്ഞു, ബാക്കി രാജ്യങ്ങളുമൊക്കെ പാലസ്തീനെ അംഗീകരിക്കുമെന്ന് പറഞ്ഞു. ട്രംപ് അതിൽ പ്രതികരിച്ചിട്ടില്ല. ട്രംപിന് മനസ്സിലായത് ഞാൻ പിടിച്ചാൽ കിട്ടുന്നതല്ല ഈ സംഗതിയെന്ന്. കാരണം പാലസ്തീനെ അമേരിക്ക അംഗീകരിച്ചിട്ടില്ല, ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല. ഇസ്രായേൽ ഇതിനിടയ്ക്കൊരു ഒരു മേജർ പ്ലെയറാണ്. ഇസ്രായേലിനെ പറ്റി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഷാങ്ഹായ് SCO ജോയിൻറ്റ് ഡിക്ലറേഷനിൽ ഗാസയിലെ വെടിനിർത്തൽ നടപ്പാക്കണം എന്ന് പാസിംഗ് ആയിട്ടൊരു റിമാർക്ക് മാത്രമാണ്. ബിക്കോസ് അതിൽ ഇസ്രായേൽ ഇൻവോൾവാണ്. ഇസ്രായേൽ വാസ്തവത്തിൽ ലോകത്തിൽ ആർക്കും വഴങ്ങാതെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് നെതന്യാഹു. ഒരൊറ്റ മനുഷ്യൻ നെതന്യാഹുവിനെ കൊണ്ട് പറഞ്ഞത് ചെയ്യിച്ച ആരുമില്ല. അയാൾ ട്രംപ് പറഞ്ഞാൽ കേൾക്കില്ല, ഒരു മനുഷ്യൻ പറഞ്ഞാൽ കേൾക്കില്ല. ഇസ്രായേലിൻ്റെ വഴിക്ക് മാത്രം. എന്നിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജോയിൻറ്റ് ഡിക്ലറേഷനിൽ അത് വലിയ ഇഷ്യൂ ആക്കാതെ ഇസ്രായേൽ ഇൻവോൾവാണ് എന്നുള്ള കാരണം കൊണ്ട് ഒരു ലൈൻ അങ്ങ് എഴുതിയങ്ങ് പോയി സീസ് ഫയർ നടപ്പാക്കണം. സീസ് ഫയർ നടപ്പാക്കാൻ നേരത്തെ തന്നെ നെതന്യാഹു സമ്മതിച്ചിട്ടുണ്ട്. നടപ്പാവില്ലെന്നേ ഉള്ളൂ, വാഗൊണ്ട് പുള്ളി ഇപ്പം പലതവണ സമ്മതിച്ചിട്ടുണ്ട് സീസ് ഫയർ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ
ഈ അമേരിക്കയുടെ അപ്രമാദിത്വം ചലഞ്ച് ചെയ്യപ്പെടുന്നു എന്നുള്ള മെസ്സേജസ് നാലുപാട് നിന്നും കിട്ടുന്നുണ്ട്. ട്രംപ് അത് അറിഞ്ഞ ഭാവത്തിലല്ല പോകുന്നത്. നമുക്ക് കാത്തിരിക്കാമല്ലേ? ഇപ്പോഴും ഒരു 75% ലോകം എൻ്റെ കൂടെ തന്നെയാണ് എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു തോന്നൽ, സ്വയം പറയുന്ന. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.